തൻ്റെ കുരിശുമരണത്തിൻ്റെ സമയത്ത് ഈശോ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം പരിശുദ്ധ അമ്മ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് ആമേൻ പറഞ്ഞവൾ പരിശുദ്ധ കന്യകാമറിയം. മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ ഈ നിമിഷത്തിൽ നമുക്ക് അവിടുത്തോട് പ്രാർത്ഥിക്കാം. അവിടുത്തെ അനുഗ്രഹത്തിനായി നമുക്ക് യാചിക്കാം. എല്ലാ പ്രേക്ഷകർക്കും മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നമ്മിൽ ഓരോരുത്തരിലും ദൈവം ഓരോ താലന്തുകൾ നിക്ഷേപിച്ചിട്ടുണ്ട്. തൻ്റെ താലന്ത് ഇരട്ടിയായി വർദ്ധിപ്പിച്ച മകനെ പോലെ നമ്മുടെ ഇടയിലും കുറേ പേർ ദൈവം തന്ന കഴിവുകൊണ്ട് സർവ്വചരാചരങ്ങളെയും അതുപോലെ നമ്മളെ ഓരോരുത്തരെയും സന്തോഷിപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള നമുക്ക് ഓരോരുത്തർക്കും ഒത്തിരി പരിചിതമായ ഒരു മുഖമാണ് രാജേഷ് ചേർത്തല. നമുക്കെല്ലാവർക്കും അറിയാം, ഷാലോമിലെ തന്നെ ഒത്തിരി പ്രോഗ്രാംസിലൂടെയും അതുപോലെ തന്നെ അല്ലാത്ത വേദികളിലും തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണ് രാജേഷ് ചേർത്തല. അതോടൊപ്പം തന്നെ ഈ പരിപാടി കുറച്ചും കൂടിയും സംഗീത സാന്ദ്രമാക്കുവാൻ വേണ്ടി കീബോർഡിൽ സുമേഷ് ആനന്ദ് ഉണ്ട്, അതുപോലെ പെർക്കഷനിൽ ബിനീഷ് ബാലൻ ഉണ്ട്. നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്നുകൊണ്ട് മാതാവിൻ്റെ ഗാനങ്ങൾ കേട്ടുകൊണ്ടുള്ള ഒരു സംഗീത യാത്രയ്ക്കായിട്ട് ഒരുങ്ങാം. ഞാൻ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, കേരളക്കരയിൽ വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം കൈകാര്യം ചെയ്യുന്ന ചേട്ടൻ ഇപ്പോൾ ഒത്തിരി മൂവീസിലും അതുപോലെ തന്നെ ഒത്തിരി സ്റ്റേജ് ഷോസിലും ഇങ്ങനെ പറന്ന് നടന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജേഷ് ചേട്ടനെ ഈ ഒരു വേദിയിലേക്ക് കിട്ടിയതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും രാജേഷ് ചേട്ടനെ അറിയാം, എങ്കിൽ കൂടി കുറച്ചും കൂടി അടുത്തറിയാനാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്കും അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും രാജേഷ് ചേർത്തല എന്ന് പറയുന്ന ഈ ഒരു വിൻഡ് ഇൻസ്ട്രുമെൻ്റ് എന്ന ഫേമസ് ആർട്ടിസ്റ്റ് ഉണ്ടായത് എങ്ങനെ, അതോടൊപ്പം തന്നെ എന്തായിരുന്നു രാജേഷ് ചേട്ടൻ്റെ പാസ്റ്റ്? രാജേഷ് ചേർത്തല എന്ന ഒരാളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. സ്കൂളിൽ പഠിച്ചു തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ഫ്ലൂട്ട് തുടങ്ങി,
ആദ്യമായിട്ട് കണ്ണങ്കര പള്ളിയിലാണ് ആദ്യം വായിച്ചു തുടങ്ങിയത് കൊയറിൽ. അതിനുശേഷമാണ് ഇങ്ങനെ പ്രോഗ്രാമൊക്കെ പോയ സമയത്ത് നമ്മുടെ സുമേഷ്, സച്ചിൻ, ടോമി ഇവർ വന്നിട്ട് എൻ്റെ കൊയറിനെ വിളിച്ചു. വാനസ്വർഗം പള്ളിയിലാണ്, അവിടുത്തെ ഫീസ്റ്റിന് വേണ്ടിയാണ് വിളിച്ചത്. അപ്പോൾ അന്ന് അവിടെ വെച്ചൊരു ഫാദർ ആൻഡ്രൂസിനെ പരിചയപ്പെട്ടു. OCD കോൺഗ്രിഗേഷനാണ് അച്ഛനുള്ളത്. അങ്ങനെ ആൻഡ്രൂസിനെ പരിചയപ്പെട്ടു. അപ്പോൾ അച്ഛൻ്റെ ധ്യാനത്തിലേക്ക് എന്നെ വിളിച്ചു. അങ്ങനെ ഫ്ലൂട്ട് വായിച്ചിരുന്നു ഞാൻ, കീബോർഡും ഫ്ലൂട്ടും വായിച്ചിട്ട് ധ്യാനത്തിന് വായിച്ചു തുടങ്ങി. അങ്ങനെ ഏകദേശം ഒരു 10 വർഷത്തോളം ഫുൾ ടൈം ധ്യാനം മാത്രമായിരുന്നു. അപ്പോൾ ആ സമയത്ത് വേറെ ഗാനമേളയ്ക്കൊക്കെ പോക്ക് കുറച്ചു. ഗാനമേളയ്ക്ക് റെക്കോർഡിങ് ജസ്റ്റ് വായിച്ചു വരുന്നുള്ളൂ, എങ്കിൽ പോലും പ്രിഫറൻസ് ധ്യാനത്തിനായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ആൾക്കാരൊക്കെ പറഞ്ഞു, രാജേഷിൻ്റെ ലൈഫ് ഇത് കയറുമ്പോൾ അവൻ അച്ഛന്മാരുടെ കൂടെ കൂടി ജീവിതം സ്പോയിൽ ചെയ്തു എന്ന് പറയുന്ന സമയത്താണ് ജാസി ഗിഫ്റ്റിൻ്റെ ഫസ്റ്റ് ഫിലിമിനെ വിളിക്കുന്നത്. അതായത് എൻ്റെ ഫസ്റ്റ് ഫിലിമിൽ ജാസി എന്നെ വിളിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലജ്ജാവതി കഴിഞ്ഞിട്ട് അടുത്ത ഫിലിമായിരുന്നു തെമ്മ തെമ്മ, ആ പാട്ടൊക്കെയുള്ള ഫിലിമിൽ. അപ്പോൾ എന്താ പറയുക, ശരിക്കും തകർന്നു എന്ന് പറഞ്ഞ് തന്നെ പെട്ടെന്ന് തമ്പുരാൻ ഇങ്ങനെ കൈപിടിച്ചത് എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക് തന്നെ എത്തിച്ചത്. കാരണം ഫിലിം സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല, സ്വപ്നത്തിൽ പോലും ഫിലിമിൽ വായിക്കുന്നത് വിചാരിച്ചിട്ടില്ല. ആക്ച്വലി ഈ പറഞ്ഞ ആൻഡ്രൂസ് അച്ഛൻ യേശുഭവനിൽ നിന്ന് പെരുമ്പടപ്പിലേക്കും ട്രാൻസ്ഫറായി. അപ്പോൾ ആ സമയത്ത് അച്ഛൻ പോയി എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം നമുക്ക് വളരെ വേണ്ടപ്പെട്ട അച്ഛനാണ്. അപ്പോൾ അച്ഛൻ ട്രാൻസ്ഫർ ആയപ്പോഴും നല്ല ടെൻഷനായി. പക്ഷേ ജീവിതത്തിൽ വഴിത്തിരിവായത് അവിടെ എത്തിച്ചേർന്നതാണ്. അപ്പോൾ അവിടെ ചെന്ന് ആ സമയത്ത് ഒരു ആൻ്റണി അച്ഛനോടെയുണ്ട്, ആൻ്റണി കാനപ്പള്ളി. അപ്പോൾ ഞാൻ അവിടെ എത്തിച്ചേർന്നത് ഉത്തരീയത്തിന് 250 വാർഷികത്തിൻ്റെ പ്രോഗ്രാമിനാണ്. അങ്ങനെ ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. എല്ലാവർക്കും കൊടുത്ത കൂട്ടത്തിൽ ഒരു വെന്തിങ് എനിക്ക് അച്ഛൻ തന്നു. അപ്പോൾ അന്ന് ഞാനൊരു വെന്തിങ് എടുത്ത് കഴുത്തിലിട്ടു. അപ്പോൾ ആ സമയത്ത് എന്താ പറയുക, യുവത്വത്തിൻ്റെ എല്ലാ വശങ്ങളും ഉണ്ടായിരുന്നു. കാരണം നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു, നല്ല കൂട്ടുകെട്ട്, നല്ല മദ്യപാനമൊക്കെ ഉള്ള സമയത്താണ് അവിടെ എത്തിച്ചേരുന്നത്. ഈ ഉത്തരയും കഴുത്തിലിട്ട് അന്ന് രാത്രി ഞാൻ മദ്യപാനം നിർത്തേണ്ടി വന്നുള്ളതാണ്. അതായത് കണ്ടിന്യൂസ് കഴിച്ചിരുന്നു ഞാൻ ഒറ്റയടിക്ക് നിർത്തേണ്ടി വന്നു. ആ സമയത്ത് മാതാവിൻ്റെ വലിയൊരു പ്രൊട്ടക്ഷൻ അവിടെ എനിക്ക് തുടങ്ങുകയാണ്. എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മഞ്ഞുമൽ അച്ഛന്മാരുടെ കൂടെയാണ് പോകുന്നെങ്കിലും മാതാവിനെ കുറിച്ച് ഇങ്ങനെ എനിക്ക് അധികം ഗ്രാഹ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ പാട്ട് പാടും, കൊയറിന് വായിക്കുന്നല്ലാതെ. പക്ഷെ ആ ഉത്തരീയം കഴുത്തിൽ വീണ ദിവസം മുതൽ ഇന്ന് വരെ എൻ്റെ ഡയറി നോക്കിയാൽ ഏകദേശം ഒരു 14 വർഷത്തോളമായി. മാക്സിമം എനിക്ക് പ്രോഗ്രാം ഇല്ലാത്ത ദിവസം എന്ന് പറയുന്നത് മാക്സിമം 1 മാസമൊക്കെ ആയിരിക്കും, ഇത്ര വർഷത്തിനുള്ളിൽ. അത് മുമ്പത്തെ ഡയറിയും ഇപ്പോഴത്തെ ഡയറിയും നോക്കിയാൽ കാണുന്നതാണ്. അങ്ങനെ ആ ഉത്തരീയം ധരിച്ച അന്ന് മുതൽ ഉള്ളൊരു പ്രൊട്ടക്ഷനെ കുറിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ല. കാരണം അതുപോലെ എൻ്റെ ലൈഫിൽ സ്വാധീനിച്ചിട്ടുണ്ട് മാതാവിൻ്റെ പ്രൊട്ടക്ഷൻ. നമ്മൾ അറിയാതെ അതിലേക്ക് വന്നതാണ്. അപ്പോൾ നമ്മളറിയാതെ ഇന്നും മാതാവിനെ കാത്ത് പോരുകയാണ്. എനിക്ക് എവിടെയും പറയാൻ പറ്റും. ഞാനിപ്പോൾ ഈ രാജേഷ് ചരിത്രം എന്ന ലേബിൽ നിൽക്കുന്നത് മാതാവിൻ്റെ ശക്തമായ ഒരു പ്രൊട്ടക്ഷനാണ്. രാജേഷ് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ മാതാവിൻ്റെ സംരക്ഷണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലായിട്ട് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കാറുണ്ട്. എനിക്കിപ്പോൾ ചേട്ടൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് കാനായിലെ കല്യാണ വിരുന്നിലാണ്. ആ കല്യാണ വിരുന്നിൻ്റെ സമയത്ത് അവിടെ വീഞ്ഞ് തീർന്നു പോയത് ആദ്യം മനസ്സിലാക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. ആ പരിശുദ്ധ അമ്മ ഈശോയോട് ചെന്ന് പറയാണ് അവർക്ക് വീഞ്ഞില്ല എന്ന്. പരിശുദ്ധ അമ്മയിലൂടെയാണ് ഈശോ അറിയുന്നത് അവിടുത്തെ പ്രശ്നം. അതിലൂടെ ഈശോ അവിടെ ഇടപെട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം പിന്നെ സമൃദ്ധിയായി നടത്തിയതും അവിടുന്ന് തന്നെയാണ്. അങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മെ പുൽകുന്ന ദൈവസ്നേഹം നമുക്ക് ഓരോരുത്തർക്കും അനുഭവിച്ചറിയാം. ദൈവസ്നേഹം കൂടുതലായി നമുക്ക് അനുഭവിച്ചറിയാനായി നമ്മുടെ സംഗീത സാന്ദ്രമായ ഈ യാത്രയിൽ ഒരു ഗാനം ശ്രവിക്കാം.
നമ്മളെല്ലാവരും എക്കാലത്തും നെഞ്ചിലേറ്റുന്ന വളരെ മനോഹരമായ ആ ഒരു ഗാനമായിരുന്നു അവർ പ്ലേ ചെയ്തത്. ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവസ്നേഹം നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിയുന്നത് നമുക്ക് ചുറ്റുമുള്ളവരിലൂടെയാണ്, നമ്മുടെ കുടുംബത്തിലൂടെയാണ്. രാജേഷ് ചേട്ടൻ്റെ കുടുംബത്തെ പറ്റി ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരൂ. ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ അച്ഛൻ, അമ്മ, രണ്ടനിയന്മാർ, വൈഫ്, 2 കുട്ടികൾ. എൻ്റെ വീട് ചേർത്തല മുട്ടത്തിപ്പറമ്പ് എന്ന സ്ഥലത്താണ്. മുട്ടത്തിപ്പറമ്പ് അതിനടുത്താണ്. പക്ഷേ ഞാനിപ്പോൾ താമസിക്കുന്ന എറണാകുളത്താണ്. വൈഫ് രാജി, അമല, അമൃത, 2 കുട്ടികൾ. കത്തർക്കടവിലാണ് താമസിക്കുന്നത്. കത്തർക്കടവ് DD പ്ലാറ്റിനം എന്ന ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. മക്കൾ പഠിക്കുന്നത് സെയിൻറ്റ് ജൂഡ് സ്കൂൾ കാരണക്കുളത്താണ് കുട്ടികൾ പഠിക്കുന്നത്. അമല 7ാം ക്ലാസ്സിൽ, അമൃത 2ാം ക്ലാസ്സിൽ. ഇപ്പോൾ ഇപ്പോഴും ഞാൻ ഫ്ലൂട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയങ്ങളിലെ സപ്പോർട്ട് ഫാമിലി തന്നെയാണ്. പെട്ടെന്നായിരിക്കും ക്ലാസ്സിൽ പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് പറയും രാജി നാളെ ബോംബെക്ക് പോകും എന്ന് പറഞ്ഞാൽ അതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ രാജി മേടിക്കുകയാണ്. ബാക്കിയുള്ള കുട്ടികളുടെ കാര്യങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങൾ. ചേച്ചി അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ചേട്ടൻ്റെ സംഗീത യാത്ര ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ദൈവസ്നേഹം പല വിധങ്ങളിലായിട്ടാണ് രാജേഷ് ചേട്ടൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത് ഗുരുക്കന്മാരെ കുറിച്ചാണ്. ഞാൻ ഫ്ലൂട്ട് പഠിച്ചു തുടങ്ങിയത് എൻ്റെ വലിച്ചൻ്റെ മോൻ ഷാജി വായിക്കുന്നത് കേട്ടിട്ടാണ്. ഷാജിയാണ് ഇങ്ങനെ പഠിച്ചു തുടങ്ങിയപ്പോഴേക്ക് ആഗ്രഹം തോന്നി. തൊട്ടടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു, കൊച്ചിൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട്, ഒരു ബൽറാം നടത്തിയിരുന്നതാണ്. ആളിപ്പം മരിച്ചുപോയി. അങ്ങനെ അവിടെ സ്റ്റാർട്ട് ചെയ്തു. ബ്രൈറ്റ് മാസ്റ്റർ, എൻ്റെ മാസ്റ്ററുടെ പേര് ബ്രൈറ്റ് എന്നാണ്. സൺ ബ്രൈറ്റ് എന്നാണ് മാസ്റ്ററുടെ പേര്. സൺ ബ്രൈറ്റ് മാസ്റ്റർ അടുത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു 3 മാസം പഠിച്ചുള്ളൂ ആദ്യം. പിന്നെ ജസ്റ്റ് പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പാട്ടൊക്കെ വായിച്ചു തുടങ്ങി. എങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവർക്കും സംഭവിക്കുന്നില്ല. ഇങ്ങനെ ജസ്റ്റ് പാട്ടൊക്കെ വായിച്ചു തുടങ്ങി, ക്ലാസ് നിന്നു. അതിനുശേഷം ഇങ്ങനെ പ്രോഗ്രാമൊക്കെ പോയി തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ തുടക്കം. ഇപ്പം നോർത്ത് ഇന്ത്യ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഫ്ലൂട്ട്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? അതെ. ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. സാക്ഷാൽ ഹരിപ്രസാദ് ചൗരസ്യ സാറിൻ്റെ ശിഷ്യനാണ് ഇപ്പോഴും ഞാൻ. അത് ഒരു ഫ്ലൂട്ടിസ്റ്റിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിനെ ഒന്ന് കാണുക എന്നത് തന്നെ വലിയൊരു അംബീഷനാണ്. ഇതിപ്പോൾ ചേട്ടൻ പറഞ്ഞപ്പോൾ അവിടെ വരെ എങ്ങനെ എത്തിയെന്നും കൂടി അറിയാനുള്ള ഒരു ആകാംക്ഷ ഞങ്ങൾക്കുണ്ട്. അദ്ദേഹം എറണാകുളത്തൊരു കോൺസെർട്ടിന് വന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ആഗ്രഹം പറഞ്ഞു, ഗുരുജി പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു വൃന്ദാവൻ ഗുരുകുൽ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, വൃന്ദാവൻ ഗുരുകുൽ മുംബൈയിൽ. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ചെന്നു. അങ്ങനെ അദ്ദേഹത്തിന് ശിഷ്യത്വം കിട്ടി. അത് എന്താ പറയുക, ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിനെ കാണുക എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കുക എന്നുള്ളത്. അത് ശരിക്കും വലിയൊരു അനുഗ്രഹമാണ് അങ്ങനെ ആയിത്തീർന്നത്. ഇത്രയും നേരം നമ്മൾ രാജേഷ് ചേട്ടൻ്റെ സംഗീത യാത്രയെക്കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി വിശ്വാസ ജീവിതത്തെക്കുറിച്ച്, രാജേഷ് ചേട്ടൻ്റെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്കും അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച്. മാതാവിൻ്റെ ശക്തമായൊരു ഇടപെടൽ ലൈഫിലുണ്ട്, അന്നും ഇന്നും. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നത് കുഞ്ഞിലെ മോൾക്ക് ഫിക്സ് വരുമായിരുന്നു. അപ്പോൾ ആ സമയങ്ങളൊക്കെ രാജി വൈഫ് കൊന്തയുള്ളായിരുന്നു. കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ തന്നെ ഞാൻ രാജിയുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അതുപോലെ എൻ്റെ ലൈഫിൻ്റെ സ്റ്റൈൽ ഇതാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, മാതാവിൻ്റെ പ്രൊട്ടക്ഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലൈഫ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ ഇങ്ങനെ രാജി അതിലേക്ക് വരികയും കൊന്തയെല്ലാം പഠിക്കുകയും കുട്ടികൾക്ക് അസുഖം വരുന്ന സമയങ്ങളിൽ കൊന്ത ചൊല്ലുകയും ഞാനും അന്ന് ശക്തമായിട്ട് എന്താ പറയുക ഒരു ദിവസത്തിൽ 10-11 കൊന്ത ചൊല്ലിയ ദിവസങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന വഴി, അന്ന് എനിക്ക് ബൈക്കാണ്, കാറില്ല. ആദ്യം ഒരു സൈക്കിളായിരുന്നു, പിന്നെ അത് ബൈക്കായി, പിന്നെ അതിപ്പോൾ ദൈവം സഹിച്ചപ്പോൾ കാറും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അന്ന് ബൈക്കിൽ വരുന്ന സമയത്ത് രാത്രി ഉറങ്ങിപ്പോയി ഞാൻ. ഏകദേശം ഒരു 3-3:30 മണി സമയമായിട്ടുണ്ട്. അപ്പോൾ ആ ഉറക്കത്തിൽ പെട്ടെന്നൊരു ലോറി വന്ന് തന്നെ ഇടിച്ചു, ഒരു മീൻ ലോറി വന്ന് തന്നെ ഇടിച്ചു. ഞാൻ റോഡിൽ മറിഞ്ഞു വീണു. പക്ഷെ എന്താ പറയുക, അന്ന് ഉത്തരം കഴുത്തിലുണ്ട്. അന്ന് സംഭവിച്ചത് അത്രയോ സ്പീഡിൽ വന്ന വണ്ടി തന്നെ ഇടിച്ചിട്ടിട്ട് ഞാൻ താഴത്ത് വീണു. പക്ഷേ എനിക്ക് ഇവിടെ ചെറിയൊരു പോറൽ മാത്രമേ പറ്റിയത്. പക്ഷേ എൻ്റെ ഒരു സിയുടെ ഫ്ലൂട്ട്, ഇപ്പോൾ സി എന്ന് വെച്ചാൽ ഫ്ലൂട്ടിനെ സംബന്ധിച്ചിട്ട് ഫ്ലൂട്ടല്ല, മ്യൂസിക്കൽ മെയിൻ സ്കെയിലാണ് സി എന്ന് പറയുന്നത്. ആ സിയുടെ ഫ്ലൂട്ട് ഇങ്ങനെ പൊട്ടിപ്പോയി, ഫുള്ള് പോയി. എൻ്റെ ജീവൻ എടുക്കുന്നതിന് പകരം ആ ഫ്ലൂട്ടിനെടുത്തൊരു തോന്നൽ എനിക്കുണ്ടായി. അത്രയും വലിയ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് എനിക്ക് സംഭവിച്ച ഒരു പോറൽ മാത്രം. അത് വലിയൊരു പ്രൊട്ടക്ഷനാണ്. പിന്നെ എൻ്റെ ലൈഫിൽ 91 സങ്കീർത്തനം എല്ലാ ദിവസവും ചൊല്ലാറുണ്ട്. അതിങ്ങനെ യാദൃശ്യമായിട്ടൊരു ധ്യാനത്തിന് പോയ സമയത്ത് ഒരു അച്ഛനിങ്ങനെ അച്ഛൻ എൻ്റെ യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോഴേക്കും അച്ഛൻ ആ കാർ ഇത്ര കിലോമീറ്റർ സ്പീഡിൽ വന്നു. പക്ഷേ എങ്കിലും എനിക്കത്
പേടിയുണ്ടായില്ല. കാരണം ഞാൻ സങ്കീർത്തനം 91 ചൊല്ലിയിട്ടാണ് ഇറങ്ങിയത് എന്നൊരു വാക്ക് കേട്ടത് അന്ന് മുതലേ തുടങ്ങിയതാണ്. ബൈബിൾ എടുത്തിട്ട് സങ്കീർത്തനം വായിക്കുന്നൊരു അവസ്ഥ അന്ന് മുതൽ ഇന്ന് വരെ അത് മുടക്കാറില്ല. അത് വലിയൊരു സംരക്ഷണമാണ്, കർത്താവിൻ്റെ സംരക്ഷണം. അത് ചേട്ടൻ്റെ ജീവിതത്തിലെ ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് മാതാവ് തൻ്റെ നീല മേലങ്കിക്കകത്ത് രാജേഷേട്ടനെ പൊതിഞ്ഞ് സംരക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. എല്ലാവിധ ലോകത്തിൻ്റെതായ എല്ലാ ആപത്തിൽ നിന്നും രാജേഷേട്ടനെ മാതാവ് എന്താ പറയുക, ഒരിക്കലും ഒരു ആപത്തിനും വിട്ടുകൊടുക്കാതെ കാത്തു പരിപാലിക്കുന്നുണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സംഗീതയാത്രയിലെ അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം. സങ്കീർത്തകൻ പറയുന്നത് പോലെ സർവ്വചരാചരങ്ങളും കർത്താവിനെ സ്തുതിക്കുവിൻ. ഇത്രയും നല്ലൊരു അന്തരീക്ഷത്തിൽ നമ്മളെല്ലാവരും കൂടി സംഗീത സാന്ദ്രമായിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രകൃതി പോലും സംഗീതം ആസ്വദിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ധ്യാനങ്ങളിലും പല വേദികളിലും കാണാറുണ്ട് സംഗീതം മൂലം എന്താ പറയുക സൗഖ്യം ലഭിക്കുന്നത്, സാന്ത്വനം ലഭിക്കുന്ന പല വേദികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ചേട്ടൻ്റെ സംഗീത ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? അതോ ചേട്ടന് സ്വന്തമായിട്ട് പ്ലേ ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും എന്താ പറയുക ഒരു ആശ്വാസമോ അതോ അതുപോലെ എന്താ പറയുക നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത അത്രയും സന്തോഷമോ എന്തെങ്കിലും അങ്ങനത്തേതായ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് നമുക്കും അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. മെറിന് ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ധ്യാനത്തിന് പോകുന്ന സമയത്ത് ഞങ്ങൾ അച്ഛന്മാരോടെങ്കിലും പ്ലാൻ ചെയ്യും. ഇപ്പോൾ ആരാധനയ്ക്ക് ഇന്ന പാട്ട് പാടണം എന്തെങ്കിലും ചിലത് ഞങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട്. ഒരിക്കൽ ഞാൻ ഒരു മഞ്ഞമ്മൽ OCD അച്ഛനൊരു ടൈറ്റസ് കാരിക്കശ്ശേരി അച്ഛനോട് ഞങ്ങളൊരു ധ്യാനത്തിന് പോയി. അപ്പോൾ ഞങ്ങളിങ്ങനെ അച്ഛനെ ഇന്ന പാട്ടുകളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഞങ്ങൾ ആ പ്രോഗ്രാമിന് മുമ്പ് നന്നായിട്ടൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു പ്രത്യേക മൂഡിൽ കയറി. സത്യം പറഞ്ഞാൽ അച്ഛൻ ധ്യാനിപ്പിക്കുന്ന ആരാധനയുടെ സമയത്ത് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊന്നല്ല അച്ഛൻ പറയുന്നത്. നേരത്തെ പ്ലാൻ ചെയ്ത് ഒന്നുമല്ല പറയുന്നത്, അച്ഛൻ വേറൊരു രീതിയിലേക്ക് പോയി. പക്ഷേ അവിടെ സംഭവിച്ചത് ആ സമയത്ത് പുതിയ പാട്ടുകളുണ്ടായി, പുതിയ ട്യൂണുകളുണ്ടായി, പുതിയ ലിറിക്കുകളുണ്ടായി. അച്ഛനും അറിഞ്ഞിട്ടില്ല, ഞാനും അറിഞ്ഞിട്ടില്ല. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു എന്താ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ നോക്കിയിട്ട് ഒന്നും മനസ്സിലാത്തൊരു അവസ്ഥയായി. എന്താ സംഭവിച്ചു, ഒരു ഭയങ്കര അത്ഭുതം സംഭവിച്ചു അവിടെ. അച്ഛൻ പറഞ്ഞ പാട്ടൊന്നും ഞാൻ പാടിയില്ല, അച്ഛൻ പറഞ്ഞ തീമൊന്നും അച്ഛൻ പറഞ്ഞില്ല. ആ സമയത്ത് പാട്ടുണ്ടായി, ട്യൂണുണ്ടായി, എല്ലാം ഉണ്ടായി. അത് ഒരു അത്ഭുതമാണ്. പിന്നെ ഫ്ലൂട്ടിന് കുറേ ഫ്ലൂട്ട് കവറുകൾ കുറേ ഞാൻ വായിച്ചിട്ടുണ്ട്. സത്യം പറയുന്നത് ചുമ്മാ തമാശ രൂപമാണ് വായിച്ചതാണ്. പക്ഷേ കാലങ്ങൾക്ക് ശേഷം ഒരു ഏകദേശം 2 വർഷമായിട്ട് ഇങ്ങനെ യൂട്യൂബിൽ പാട്ടുകളൊക്കെ ഉണ്ട്. റീസെൻ്റ്ലി ഒരു അനുഭവം ഉണ്ടായത്, ഒരു വ്യക്തി ഇങ്ങനെയാണ് പരിചയപ്പെട്ടിട്ട് ഓൺ ദ വേ ഒരു യാദൃശ്യമായിട്ട് കാണുന്ന ആളെ. അപ്പോൾ ആളെന്നെ സൂക്ഷിച്ച് നോക്കുന്നു. അപ്പോൾ ആ നോട്ടത്തിൽ എന്തോ ഒരു പ്രത്യേകത തോന്നി. ഞാൻ നോക്കി. അപ്പോൾ ഞാൻ എൻ്റെ വൈഫും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ചോദിക്കുക, രാജേഷാണോ, രാജേഷ് ചേർത്തലയാണോ? പറയുന്നതാണ്. പിന്നെ ആളോ സംസാരിക്കുന്നില്ല. അപ്പോൾ ആ അദ്ദേഹത്തിന് കൂടെ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഇരിക്കുന്നത് പിന്നീട് ഞാൻ കാണുന്നത്. ആദ്യം ഈ വ്യക്തിയെ കണ്ടു. അപ്പോൾ അതിനുശേഷം ഈ ക്ലോസ് ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറയും, രാജേഷ് നീ രാജേഷിൻ്റെ മ്യൂസിക് ആളുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്, കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത്, ആൾ എന്തോ ഫാമിലി ഇഷ്യൂ ഒക്കെ ആയിട്ട് സൂയിസൈഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ യാദൃശ്യമായിട്ട് ആൾക്ക് ആ സമയത്തൊരു ലിങ്ക് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ പാട്ടായിരുന്നു അത്, ഫ്ലൂട്ട് കവറായിരുന്നു. അങ്ങനെ മരിക്കാൻ വേണ്ടി മാത്രം മരിക്കാൻ വേണ്ടി ശ്രമിച്ച ആൾ ജസ്റ്റ് ഈ പാട്ട് കേൾക്കാൻ തുടങ്ങുകയും ആ രാത്രി മുഴുവൻ പാട്ടുകൾ കേട്ടെങ്കിരുന്നു. ആ ഒരു ടെൻഡൻസി ആൾക്ക് പോയെന്ന് പറയുക. മരിക്കാനുള്ളൊരു ടെൻഡൻസി
ഫുള്ള് പോയി. അങ്ങനെ ആൾ പറയുന്നത് ആൾക്ക് ജീവൻ തിരിച്ചു കൊടുത്തത് എൻ്റെ മ്യൂസിക്കാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചുമ്മാ തമാശക്ക് വായിച്ചു തുടങ്ങിയ ഓരോ ബിറ്റുകൾ ദൈവം അത് ഏതൊരു രീതിയിലാണ് അത് പ്രയോഗിക്കുന്നത്, അത് വിനിയോഗിക്കുന്നത്, അതൊരു വലിയൊരു സാക്ഷിയാണത്. ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് വരുമ്പോഴേക്കും നമ്മളറിഞ്ഞിട്ട് ചെയ്തതല്ല, അത് ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമാണ്. അങ്ങനെ വലിയൊരു അനുഭവം ഉണ്ടായിരുന്നു. ഇതുപോലെ കുറേ അനുഭവങ്ങൾ. ഇപ്പോൾ ഡെയിലി കോൾ വരാറുണ്ട്, പാട്ടുകൾ കേട്ടിട്ട്, മ്യൂസിക് കേട്ടിട്ട്, വീഡിയോസ് കണ്ടിട്ട്. പട്ടാളക്കാർ അവരിങ്ങനെ അവിടെ നിന്ന് കഷ്ടപ്പെട്ടിങ്ങനെ വന്നിട്ട് കിടക്കാൻ നേരത്ത് ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ ഭയങ്കര ആശ്വാസമുണ്ടെന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ കോളുകൾ വരാറുണ്ട്. അതിൽ പ്രത്യേകിച്ച് കാശ്മീർ ഭാഗത്ത് നമ്മളുടെ ജവാന്മാർ വിളിക്കാറുണ്ട്, പട്ടാളക്കാർ വിളിക്കാറുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അവരുടെ ജീവിതത്തിൽ അറിയാലോ, അവിടുത്തെ അവസ്ഥ അറിയാലോ, ഊണുറക്കില്ല, നമുക്ക് വേണ്ടി അവർ കഷ്ടപ്പെടുമ്പോഴേക്കും അവർക്ക് ആശ്വാസമായിട്ട് നമ്മുടെ പാട്ടുകൾ വരാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. തീർച്ചയായിട്ടും ദൈവം തന്ന കഴിവ് ദൈവത്തിനായിട്ട് സമർപ്പിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായും സാന്ത്വനമായും ഇനിയും രാജേഷ് ചേട്ടന് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു ഗാനത്തിലേക്ക് കടക്കാം. എൻ്റെ മകനെ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. അതിൻ്റെ വിഷ്വൽ പ്രസൻറ്റേഷനാണ് നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത്.
ഇത്രയും നേരം ഞങ്ങൾക്ക് സംഗീതപരമായും അതുപോലെ തന്നെ ജീവിതത്തിലെ സന്ദർഭങ്ങളും പറഞ്ഞു തന്നു. ഇനി നമ്മുടെ പ്രേക്ഷകരോട് രാജേഷ് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ശാലോം TV എന്ന് പറയുന്നത് എന്താ പറയുക, ജനലക്ഷങ്ങൾക്ക് സമാധാനം നൽകുന്നൊരു ചാനലാണ്. ഞാനിപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന് തന്നെ ഒരു എന്നെ മഹാഭാഗ്യമായിട്ടും കരുതുകയാണ്. കാരണം സാധാരണ ഒരു ചാനൽ കാണുന്ന പോലെയല്ല ശാലോമിൻ്റെ വ്യൂവർഷിപ്പ്. നമ്മുടെ ബാക്കിയുള്ള ചാനൽ ഇപ്പോൾ കേരളത്തിലോ ഇന്ത്യയിലോ ആയിരിക്കും, പക്ഷേ ഇത് ലോകം മുഴുവൻ ശാലോം കാണുകയാണ്. ഈ കാഴ്ചക്കാരോട് പറയാനുള്ളത്, ശാലോം TV പ്രേക്ഷകരോട് പറയാനുള്ളത്, എന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. എന്താ പറയുക, ഞാനിപ്പോഴും മനസ്സിലാലോചിക്കുന്നത്, ഞാനിപ്പോൾ രാജേഷ് ചേർത്തല എന്നൊരു ലെവലിൽ ഇപ്പോൾ ആയിരിക്കുന്നത് പണ്ട് ധ്യാനത്തിന് പോയ സമയങ്ങളിൽ ആരുടെയൊക്കെ പ്രാർത്ഥനയാണ്. ആരൊക്കെ ഇപ്പോഴും എനിക്ക് വേണ്ടി ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. അതിലൊന്നും സംഭവിക്കില്ല. കാരണം ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഞാൻ ഇല്ലാതായി തീരുന്ന സമയങ്ങളിൽ പോലും എന്താ പറയുക, നമ്മളിങ്ങനെ കൈപിടിച്ച് ഉയർത്തുന്നത് ആരുടെയൊക്കെ പ്രാർത്ഥനയാണ്. അപ്പോൾ അവർക്കെല്ലാം നന്ദി പറയുന്നു. ഇനിയും ഞങ്ങളെല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കണം, പ്രോത്സാഹിപ്പിക്കണം. തീർച്ചയായിട്ടും രാജേഷ് ചേട്ടൻ്റെ ജീവിതത്തിൽ ഇനിയും ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തരട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കാൽവരിയിലെ കുരിശിൻ്റെ വഴിയിൽ സഹയാത്രികയായ പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലും നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ആ അമ്മ നമ്മുടെ കൂടെ എന്നും ഉണ്ടെന്ന് നമുക്ക് ആശ്വസിക്കാം. അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് അമ്മയുടെ സംരക്ഷണത്തിനായി അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ദൈവത്തിന് സ്തുതി. ആ